അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൗലാന മൗദൂദിയുടെ വിവിധ മേഖലകളിലുള്ള വൈജ്ഞാനിക വ്യവഹാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ മൗദൂദി സാഹിബ് ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിച്ച മറ്റൊരു മേഖലയാണ് ചരിത്രം എന്നുള്ളത്. ചരിത്രത്തെക്കുറിച്ചും ചരിത്ര പരതയെക്കുറിച്ചും ഹിസ്റ്റോറിസിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ സ്വന്തമായ സമകാലിക വിഷയങ്ങളിൽ ചരിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള ആഖ്യാന വ്യാഖ്യാനങ്ങളുമെല്ലാം മൗലാന മൗദൂദി നടത്തിയതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രചിച്ച രചനകളിൽ ഒട്ടുമിക്കതും ചരിത്രബന്ധിതമായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മൗലാന മൗദൂദിയുടെ രചനകളുടെ തുടക്കം തന്നെ അത് ചരിത്രത്തിൻ്റെ അവലോകനങ്ങളിലൂടെയും അല്ലെങ്കിൽ ഭാഷാന്തരം ട്രാൻസ്ലേഷൻ വർക്കുകളിലൂടെയും ഒക്കെയുമായിരുന്നു. ഒരു ജേർണലിസ്റ്റായി തന്നെ തുടങ്ങിയ മൗലാന മൗദൂദിയുടെ ആദ്യകാല രചനകളിൽ ഈ ചരിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു രചനാ രീതി അദ്ദേഹം സ്വീകരിച്ചതായി കാണാം. മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിദ്യാഭ്യാസ ശ്രമങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലുമെല്ലാം തുടക്കം തന്നെ മൗലാന മൗദൂദി ചരിത്ര പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതായി അദ്ദേഹം തന്നെ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ സംസ്കാരത്തിൻ്റെ വിവിധ ഐഡിയോളജികളുടെ വിവിധ ചരിത്ര നാഗരികതകളുടെ അവരുടെ ചരിത്രവും അവരുടെ മാർഗവും അവരുടെ ദർശനങ്ങളുമെല്ലാം വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് മൗലാന മൗദൂദി ഇസ്ലാമിക ലോകത്തിൻ്റെ വൈജ്ഞാനിക ലോകത്തേക്ക് കടന്നത് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഊന്നൽ നൽകിയതെന്ന് അദ്ദേഹം തന്നെ പറയുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മൗലാന മൗദൂദിയുടെ കാഴ്ചപ്പാടുകളിലും അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനത്തിലുമെല്ലാം ഒരു ചരിത്രത്തിൻ്റെ അനാലിസിസ്, ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും കാണാം. നമ്മൾ നോക്കുക, അദ്ദേഹത്തിൻ്റെ എല്ലാ തിയറി രചനകളിലും, അത് പൊളിറ്റിക്കൽ തിയറി ഓഫ് ഇസ്ലാം എന്നാവട്ടെ, അല്ലെങ്കിൽ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഖിലാഫത്തു മുലൂക്കിയത്ത്, ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്. ഈ പറയുന്ന രചനകളെല്ലാം താത്വികമായ മൗലികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ പോലും മൗലാന മൗദൂദി അതിനെല്ലാം, ഈ സംസാരിക്കുന്ന വിഷയത്തെയെല്ലാം ചരിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിച്ചത് എന്നതാണ് അതിൻ്റെ ഒരു ഈ അവകലനത്തിൻ്റെ ഒരു സവിശേഷത. കാരണം ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എടുക്കുക. അദ്ദേഹം ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം മുന്നോട്ട് വെക്കുക എന്നതിന് വേണ്ടി മൗലാന മൗദൂദി ചെയ്തത് തന്നെ ഈ പദങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളുമെല്ലാം ഏത് രീതിയിലാണ് ചരിത്രപരമായി കൈകാര്യം ചെയ്യപ്പെട്ടതെന്നും അതിന് ചരിത്രപരമായി തന്നെ സംഭവിച്ച പ്രശ്നങ്ങളെയും മാറ്റങ്ങളെയും അത് വിമർശിക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ തന്നെ തിയറി സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി മൗലാന മൗദൂദി ഈ പറയുന്ന മൗലികമായ പക്കാ തിയറിറ്റിക്കൽ രചനകളിൽ പോലും ഉൾക്കൊള്ളിക്കുന്നതായി നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചരിത്രപരമായ വായന, ഹിസ്റ്റോറിസിറ്റി അദ്ദേഹം എല്ലാത്തിനും മുന്നിൽ വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറികൾ സമർപ്പിക്കുന്നതിലോ അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹി നിയമങ്ങൾ മുന്നിൽ വെക്കുന്നതിലോ ഹദീസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങളും തഫ്ഹീമിൻ്റെ മുഴുവൻ ഇടപെടലുമെല്ലാം ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു അപഗ്രഥന രീതി മൗലാന മൗദൂദി കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് മൗലാന മൗദൂദിയുടെ ചരിത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ആ ലോകത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മൗലാന മൗദൂദിയുടെ ഇതിനെക്കുറിച്ചൊരു വേൾഡ് വ്യൂ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മൗലാന മൗദൂദി ചരിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് പ്രവാചകന്മാരുടെയും മെസ്സഞ്ചേഴ്സിൻ്റെയും ദൂതന്മാരുടെയും ഒരു തുടക്കമായിട്ടാണ്. അതായത് ലോക ചരിത്രത്തിൻ്റെ ഒരു അപഗ്രഥന രീതി തന്നെ സാധാരണ ശിലായുഗത്തിൽ നിന്ന് അപരിഷ്കൃതരായ ഒരു ലോകത്തിൽ നിന്ന് പരിഷ്കൃതരായ ഒരു ലോകത്തിലേക്കും പിന്നാക്കത്തിൽ നിന്ന് മുന്നാക്കത്തിലേക്കും അരക്ഷിതാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സാക്ഷരത ഇല്ലായ്മയിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്കുമുള്ള ഒരു രീതി
അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചതോടുകൂടി ഒരു വളർച്ച എന്നൊക്കെ തരത്തിൽ ഗുഹാവാസികളായ ഒരുപാട് മാഷന്മാർ വസ്ത്രത്തിൽ നിന്ന് ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം ഉള്ളതിലേക്കുള്ള ഒരു മാറ്റം എന്നൊക്കെ തരത്തിലുള്ള ഒരു സെക്കുലർ വായനയെ മൗലാന മൗദൂദി അത് ഇവിടെ വിമർശന വിധേയമാക്കുന്നുണ്ട്. കാരണം ഇസ്ലാമിലെ ആദ്യ പ്രവാചകൻ തന്നെ ആദമാവുന്നതും അല്ലമൽ ആദമൽ അസ്മാ കുല എന്ന് പറയുന്നത് പോലെ ആദമൻ എല്ലാ നാമം പഠിപ്പിച്ചു കൊടുത്തു എന്നതും ആദ്യത്തെ മനുഷ്യൻ തന്നെ സംസ്കൃതനും പരിഷ്കൃതനുമാവുന്നതും ആദ്യത്തെ മനുഷ്യൻ തന്നെ നബിയായി മാറുന്നതും ആദ്യത്തെ മനുഷ്യൻ തന്നെ വിദ്യാഭ്യാസ സമ്പന്നനാവുന്നതും അതബുള്ള ഒരാളായിട്ടും മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രത്തിന്റെ ഈ ഒരു ലോകവീക്ഷണം എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവികമായ മാർഗദർശനത്തിന്റെ ചരിത്രം എന്ന നിലയിലാണ് മൗലാന മൗദൂദി ഇതിനെ ചിത്രീകരിക്കുന്നത്. എല്ലാ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല എന്ന് മൗലാന മൗദൂദി വിശദീകരിക്കുന്നുണ്ടല്ലോ. വിശദീകരിച്ചതുപോലെ ഈ തരത്തിൽ നബിമാരെയും പ്രവാചകന്മാരെയും അയച്ചുകൊണ്ട് അള്ളാഹുവിന് തൗഹീദിന്റെ ഒരു ആശയം പ്രദാനം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന നിലയിലാണ്. അതായത് ഇസ്ലാമിന്റെ ചരിത്ര വായന ഇങ്ങനെ തന്നെയാണ്. അത് മൗലാന മൗദൂദിക്ക് മുമ്പും എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞു വെച്ച ഒരു ആശയം തന്നെയാണ് മൗലാന മൗദൂദി ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തിയോസെൻട്രിക്കായ ഒരു ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രത്യശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടിലൂടെ മൗലാന മൗദൂദി മുൻകാല ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മൗലാന മൗദൂദി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് ഇസ്ലാം ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രഭാഷണ കൃതിയുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ നമുക്ക് ആ ആശയം കാണുവാൻ കഴിയും. മറ്റൊന്ന് പറയുന്നത് ഇബ്നു ഖൽദൂന്റെ ഒരു തിയറി ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അൽ അസബിയ തിയറി എന്നാണ് അത് പറയുക. അതിൻ്റെ ഭാഗമായി ഒരു സൈക്കിൾ തിയറി, അതായത് സമൂഹത്തിന്റെ ഉത്ഥാന പതനങ്ങളുടെ ഒരു വളർച്ചയെക്കുറിച്ച് മൗലാന ഇബ്നു ഖൽദൂൻ പറയുന്ന ഒരു ആശയമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, അതായത് ഇബ്നു ഖൽദൂന്റെ ആ തിയറിയിൽ സമൂഹം എല്ലാ മേഖലയിലുമുള്ള ഒരു ഒത്തൊരുമ സംഭവിക്കുമ്പോൾ, അത് സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, ആത്മീയ എല്ലാ മേഖലയിലുമുള്ള ഒരു ഒത്തൊരുമയിലൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ സമൂഹത്തിന് ഉത്ഥാനം സംഭവിക്കുമെന്നും അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒന്ന് തകർച്ചയ്ക്ക് കാരണമാവുന്നതോടുകൂടി അത് പതനത്തിന് കാരണമാവുമെന്നും അല്ല അസബിയ തിയറിയിൽ ഒരു സമൂഹത്തിന്റെ ഗ്രൂപ്പ് സോൾഡാരിറ്റി എന്നാണ് അസബിയ എന്ന പദത്തിന് ഇബ്നു ഖൽദൂൻ അർത്ഥം നൽകിയത്. അത് ആ ഒരു ഗ്രൂപ്പ് സോൾഡാരിറ്റിയിലൂടെ ഉത്ഥാനം ഉണ്ടാവുകയും ആ സോൾഡാരിറ്റിക്ക് വിഘാതം സംഭവിക്കുമ്പോൾ, പ്രശ്നങ്ങൾ, വിള്ളലുകൾ വീഴുമ്പോൾ പതനം സംഭവിക്കുമെന്നും ഇബ്നു ഖൽദൂൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൗലാന മൗദൂദി ഒരു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം തന്നെയുള്ള അത് നീതി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ധാർമ്മികമായ ഒരു വളർച്ച ഉണ്ടാവുകയും സാമൂഹികമായിട്ടുള്ള ഒരു ഐക്യം രൂപപ്പെടുകയും എല്ലാ തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനം രൂപപ്പെടുകയും ചെയ്യുന്നതോടുകൂടി വല്ല വളർച്ചയും ഉണ്ടാവുകയെന്നും അത് ഖിലാഫത്തുർ റാഷിദയുടെ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഓരോന്നിൻ്റെയും തകർച്ച അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാവുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ധാർമ്മിക പതനങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ അനീതിയും അതുപോലെ തന്നെ മർദ്ദനവും സദാചാര ലംഘനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴോടുകൂടി അത് സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് മൗലാന മൗദൂദി പറയുന്നുണ്ട്. റൈസ് ആൻഡ് ഫോൾ ഓഫ് നാഷണൽസ് എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി ഈ വിഷയം വിശദമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം ആൻഡ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന രചനയിൽ മൗലാന മൗദൂദി ചരിത്രത്തെ ഹക്കിൻ്റെയും സത്യത്തിൻ്റെയും ബാത്തിലിനെയും അസത്യത്തിൻ്റെയും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പരസ്പര സംഘർഷം എന്ന നിലയിലാണ് ചരിത്രത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ ബാത്തിലിന് നമുക്ക് ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന രചനയിൽ, ഇസ്ലാമോ ജാഹിലിയത്ത് എന്ന് പറയുന്ന രചനയിൽ ജാഹിലിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ നിരന്തരമായ അസത്യത്തോടുള്ള, അധാർമികതയോടുള്ള, മർദ്ദനത്തോടുള്ള, അനീതിയോടുള്ള നിരന്തരമായ ഒരു സ്ട്രഗിളിനെ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഒരു ബേസായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ചരിത്രത്തെ മൗലാന മൗദൂദി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പ്രവാചകർ എന്നത് യഥാർത്ഥത്തിൽ അത് ഓരോ സമൂഹത്തിന്റെ പരിഷ്കർത്താവായി അള്ളാഹു അയച്ചതാണ്. ആദ്യ പ്രവാചകന് ശേഷം അല്ലെങ്കിൽ പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ റസൂലായി അയക്കുന്നു. റസൂലുകളിലെയും മെസ്സേജ് കൊണ്ടുവരുന്ന, വേദം കൊണ്ടുവരുന്ന റസൂലുമാരും
അവരെ സഹായിക്കുന്ന നബിമാരെയും ഉപയോഗിച്ചുകൊണ്ട് അതത് സമൂഹത്തിലുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങളായിരുന്നു ഈ പ്രവാചകന്മാർ ചെയ്തതെന്ന് പറയുന്നു. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅതു എന്ന് പറയുന്ന പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. ഇസ്ലാഹാണ്, സംസ്കരണവും പരിഷ്കരണവുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓരോ പ്രവാചകന്മാരും പറയുന്നതായി ഖുർആൻ തന്നെ പല ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതാണ് മൗലാന മൗദൂദി പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൂതന്മാരെ ഒരു അതത് സമൂഹത്തിൻ്റെയും പരിഷ്കർത്താവായും ആ തരത്തിലുള്ള ഒരു നിയോഗമാണ് അവർക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് തജ്ദീദ് യഹ്യാ അദീൻ എന്ന് പറയുന്ന രചനയിൽ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ഇസ്ലാം എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട രചനയിൽ പ്രവാചകന്മാർ മുതൽ ഇങ്ങോട്ടുള്ള പരിഷ്കർത്താക്കളുടെ കാര്യം പറയുമ്പോൾ അത് ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മൗലാന മൗദൂദി അവസാന പ്രവാചകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പ്രധാന സംരക്ഷകനായി മാറുവാൻ അദ്ദേഹം ശ്രമിച്ചത് പോലും. ഹദീസിന്റെ സംരക്ഷണം, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ സുന്നത്തിന്റെ സംരക്ഷണം, അതിലൂടെ, അതായത് ഇസ്ലാം എന്ന് പറയുന്നത് ഹക്കാവുമ്പോൾ ആ ഹക്കിന്റെ മെസ്സഞ്ചേഴ്സായി പ്രവാചകന്മാർ വരുമ്പോൾ, അതിൻ്റെ അന്ത്യപ്രവാചകൻ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ ആ പ്രവാചകത്വത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹക്കിന്റെ, ആ ഒരു സത്യത്തിന്റെ സംരക്ഷകണം എന്ന നിലയിൽ സുന്നത്തിന്റെ സംരക്ഷകനായി മൗലാന മൗദൂദി സ്വയം മാറുന്ന ചരിത്രം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖുർആൻ കി ആയിനെ, സുന്നത്ത് കി ആയിനെ ഹൈസിയത്ത് പോലെ, ഖതബുൻ നുബുവത്ത് പോലെ, ഖാദിയാനി മസ്അല പോലെ, അങ്ങനെ നിരവധി രചനകൾ, ഖുർആനോ ഹദീസ് പോലുള്ള നിരവധി രചനകൾ ഈ ഹിസ്റ്റോറിസിറ്റിയെ, ഇസ്ലാം പഠിപ്പിക്കുന്ന ചരിത്ര വായനയുടെ, അതിൻ്റെ ആ ഒരു ചരിത്രപരതയുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത ഒരാളെന്ന നിലയിലും നമുക്ക് മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇതാണ് മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ മുന്നിൽ കാണുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗൈഡൻസിൻ്റെ, ഒരു ദൈവികമായ മാർഗദർശനത്തിൻ്റെ ചരിത്രമാണ്. അതുപോലെ തന്നെ ധാർമ്മികത ഈ ഓരോ നാഗരികതയുടെയും വളർച്ചയ്ക്കും പതനത്തിനും കാരണമായി മാറുന്നു. അതുപോലെ തന്നെ ഹക്കും ബാത്തിലും ഒരു പ്രധാന കൺസെപ്റ്റായി ഇതിൽ മാറുന്നു. ഓരോ നബിമാരും അതത് സമൂഹത്തിന്റെ പരിഷ്കർത്താവ് എന്ന നിലയിലായി മാറുന്നു. അതുകൊണ്ട് തന്നെ പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സംരക്ഷണം ഈ ചരിത്രപരതയുടെ സംരക്ഷണമായി സ്വയം കണ്ട ഒരു പണ്ഡിതൻ എന്ന നിലയിൽ നമുക്ക് മൗലാന മൗദൂദിയെ വായിക്കാം എന്നാണ് ഞാൻ ഈ അദ്ദേഹം ഉപയോഗിച്ച തിയറിറ്റിക്കൽ ഫ്രെയിംവർക്കിനെ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതോട് കൂടിയിട്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്ര രചനയിലേക്ക് നമ്മൾ കടക്കുന്നത്. മൗലാന മൗദൂദിയുടെ പ്രധാന രചനകൾ അത് ഒരുപക്ഷെ അത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു കാലഘട്ടത്തിൽ മൗലാന മൗദൂദി നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും നാഷണലിസവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ സമരമുഖം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും പൊതുവായ ഇന്ത്യൻ സമൂഹത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെയും സ്വാതന്ത്ര്യസമര നേതാക്കന്മാരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും മൗലാന മൗദൂദി വിവിധ രചനകളിലൂടെ, നിരവധി രചനകളുടെയും പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ ജമയത്തിന്റെ പത്രത്തിൽ അവിടെ എഡിറ്ററായിരുന്ന കാലഘട്ടത്തിലും മറ്റ് അദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുമെല്ലാം പ്രധാനമായും മൗലാന മൗദൂദി ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു ചരിത്ര അപഗ്രഥനം നടത്തിയത് നമുക്ക് കാണാം. ആ ഇന്ത്യൻ മുസ്ലിങ്ങൾ ചരിത്രപരമായി ഇന്ത്യക്കും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും നടത്തിയ സംഭാവനകളെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു വിശദീകരണത്തിലൂടെ തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതും നമുക്ക് കാണാം. അതിലൊരു നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ഹൈദരാബാദി കാലത്തായിരുന്നല്ലോ അദ്ദേഹം ജനിച്ചതും വളർന്നതും. അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടക്കമിടുന്നതും അത് ശക്തമാവുന്നതുമെല്ലാം ഹൈദരാബാദിന്റെ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയാണ് ദൗലത്തെ ആസിഫിയ ഒരു ഹുക്കുമത്തെ ബർത്താനിയ എന്ന് പറയുന്ന രചന. 1928 അത് ആദ്യമായി പബ്ലിഷ് ആയെങ്കിലും 48 പിന്നീട് അത് വീണ്ടും കൂടുതൽ പബ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു ചരിത്രമൊക്കെ നമുക്ക് കാണാം. ഇത് ദൗലത്തെ ആസിഫിയ എന്ന് പറയുന്നത് അവിടുത്തെ നവാബ് ഭരണകൂടത്തെയാണ്. അവസാനമുണ്ടായിരുന്ന ഉസ്മാൻ അലി ഖാൻ എന്ന് പറയുന്ന, മീർ ഉസ്മാൻ അലി ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആസിഫ് ജാഹി സൽത്തനത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്ര രചനയാണ്. ഇവരുടെ ഒരു ഫണ്ടഡ് സഹായത്തിലാണ് മൗലാന മൗദൂദി
ട്രാൻസ്ലേഷൻ വർക്കുകളും മറ്റുമൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിലെയും അവിടുത്തെ ഒരു മുസ്ലിം ഒരു രാഷ്ട്രീയാധികാരത്തെ മൗലാന മൗദൂദി വളരെ പോസിറ്റീവായി തന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രീയാധികാരം എങ്ങനെയൊക്കെ ഒരു മുസ്ലിം ഒരു ഐഡിയയായി മാറ്റാൻ പറ്റുമെന്നൊക്കെ അദ്ദേഹം നിരവധി ചിന്തിച്ചിരുന്നു. പക്ഷേ ഇതേ ഒരു സാഹചര്യത്തിൽ മൗലാന മൗദൂദി അവരോട് ഈ ഹൈദരാബാദി ഭരണകൂടത്തോട് നിരന്തരം കത്തിടപാടുകൾ നടത്തുകയും മീർ ഉസ്മാൻ ഖാനോടും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റിസ്വി പോലുള്ള നേതാക്കന്മാരോടുമെല്ലാം, റസാക്കാർ മൂവ്മെന്റിന്റെ നേതാവാണ് റിസ്വി, അദ്ദേഹത്തോടുമെല്ലാം നിരന്തരം കത്തിടപാടുകൾ നടത്തുകയും എങ്ങനെയാണ് ഹൈദരാബാദിന്റെ അല്ലെങ്കിൽ ഈ ഒരു ആസിഫ് ജാഹി ഡൈനാസ്റ്റിയുടെ സ്വതന്ത്രമായ ഒരു എൻറ്റിറ്റിയെ കുറിച്ച് എങ്ങനെ നിലനിൽക്കണമെന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമുക്ക് വേറെയും കാണുവാൻ കഴിയും. ഹൈദരാബാദി ജീവിതത്തിൽ മൗലാന മൗദൂദിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രവചനപര സ്വഭാവങ്ങളുണ്ട്. ഇന്ത്യൻ യൂണിയനോട് ചേരുന്നതിൽ ഈ ആസിഫ് ജാഹി ഡൈനാസ്റ്റി വിസമ്മതിച്ചപ്പോൾ അത് നിങ്ങൾ ചേരണമെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയോട് നിങ്ങൾ ചേർത്ത് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയും ഇദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ 1948 ആ പശ്ചാത്തലത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ഓപ്പറേഷൻ പോളോ എന്ന പേരിലൊരു ഇന്ത്യൻ ആർമി അറ്റാക്ക് നടത്തുകയും ഏകദേശം 30-40 അടുത്ത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സൽത്തനത്തിന്റെ പേരിൽ ഇന്ത്യൻ ആർമിയോട് യുദ്ധം ചെയ്യുകയും കൊലയപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട രചനയാണ് ദൗലത്തെ ആസിഫിയ ഹുക്കുമത്ത്. അതിന്റെ ഒരു ചരിത്രം പറയുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള അവരുടെ ഏറ്റുമുട്ടലും അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളും വിശദീകരിക്കുന്ന രചനയാണ് അത്. അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെ ആദ്യഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. പിന്നീട് ആ പബ്ലിക്കേഷൻ മുഴുവൻ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുന്നതോടുകൂടി അത് പിന്നീട് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ഓൺലൈൻ പതിപ്പ് പോലും നമുക്ക് കിട്ടാനില്ല. മറ്റൊന്ന്, അന്നത്തെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുള്ള ഒരാളായ മദൻ മോഹൻ മാളവിയെ കുറിച്ചിട്ടുള്ള രചനയാണ്. ഹാലാത്ത് സിന്ദഗി മദൻ മോഹൻ മാളവിക എന്ന് പറയുന്ന ഒരു രചന 1919 അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. അത് ഇപ്പോഴും നമുക്ക് അതിൻ്റെ പ്രിന്റുകൾ കാണാം. 1992 ആ രചന പിന്നീട് അത് ഹിന്ദി ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം. ഇത് അതായത് മൗലാന മൗദൂദി അടക്കമുള്ള മദൻ മോഹൻ മാളവി അടക്കമുള്ള ആദ്യകാല സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കുറിച്ച് മൗലാന മൗദൂദി ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. 1919 ഈ സംഭവം നടക്കുന്നത്. മൗലാന മൗദൂദി ജനിക്കുന്നത് 1903. 1919 എന്ന് പറയുമ്പോൾ വളരെ 16-17 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനായ ഒരാളാണ് ഈ രചനകൾ നടത്തുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ മറ്റൊരു രചനയാണ് തഹ്രീക്കെ ആസാദി ഹിന്ദ് ഓർ മുസൽമാൻ. അതായത് ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും മുസ്ലിങ്ങളും എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. 1930 മുതൽ 1947 വരെ നീണ്ടു നിൽക്കുന്ന കാലങ്ങളിൽ മധു സാഹിബിൻ്റെ രചനകളുടെയും സ്പീച്ചുകളുടെയും ഒരു കളക്ഷനാണിത്. ഈ ഒരു ബുക്കിൽ തന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം നേരിടേണ്ടതെന്നും എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടെന്നും ആ ഒരു കാലത്ത് രൂപപ്പെടുന്ന സെക്യുലർ നാഷണലിസത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിന് പകരമായി ഒരു ഇസ്ലാമികമായ ഒരു റിവൈവൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും മുസ്ലിങ്ങളോട് ഏതൊക്കെ തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും എന്നൊക്കെ വിശദീകരിക്കുന്ന രചനകളാണ്. ഇത് 2 വാള്യങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിലവിലുള്ളത്. വളരെ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട രചനയാണ് തഹ്രീക്കെ ആസാദി ഹിന്ദ് ഓർ മുസൽമാൻ. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട കിതാബാണ് മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകഷ്. മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകഷ് എന്ന് വെച്ചാൽ മുസൽമാനും സമകാലിക രാഷ്ട്രീയ വടംവലികളും എന്നാണ് അതിൻ്റെ അർത്ഥം. 1932 ഈ രചനയും ഉണ്ടായത്. അന്നത്തെ മുസ്ലിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണലിസവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മുസ്ലിങ്ങളുടെ ഇടപെടലുകളെയും ആ മേഖലകളിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ട വിവിധ ചിന്താരീതികളെയും പ്രത്യേകിച്ച് നാഷണലിസ്റ്റ് ചിന്തയെയും മൗലാന മൗദൂദി കൈകാര്യം ചെയ്യുന്നത് കാണാൻ കഴിയും. ഉദാഹരണം, ഉമർ ഖാലിദിനെ പോലുള്ള പണ്ഡിതന്മാർ, ഹൈദരാബാദി പണ്ഡിതന്മാർ മൗലാന മൗദൂദിയുടെ ഈ ചിന്തകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം നാഷണലിസ്റ്റ് എന്നും നാഷണലിസ്റ്റ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതായത് മൗലാന മൗദൂദിയെ മുസ്ലിം നാഷണലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ആ സമയത്ത് നാഷണലിസ്റ്റ് മുസ്ലിങ്ങൾ, ആസാദിനെ പോലുള്ള ഒരുപാട് പേർ ദേശീയവാദ പ്രസ്ഥാനത്തിൽ ഇടപെടുകയും അതിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ആശയത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതേസമയം തന്നെ
മുസ്ലിം ആയിക്കൊണ്ട് തന്നെ സ്വതന്ത്രമായ നാഷണലിസ്റ്റ് കൺസെപ്റ്റിന് മുന്നിൽ വെച്ച ആൾക്കാരുണ്ടായിരുന്നു. മൗലാന മൗദൂദിയെ ഉമർ ഖാലിദ് പോലുള്ള പണ്ഡിതന്മാർ ഈ ഇനത്തിലാണ് പെടുത്തുന്നത്. മറ്റൊരു രചനയാണ് മസ്ലെ ഖൗമിയത്ത്, നാഷണലിസം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മൗലാന മൗദൂദി 1939 ഈ രചന നടത്തുന്നുണ്ട്. നമുക്കൊരു പ്രത്യേകമായ ഒരു വിഷയം തന്നെ ഈ ഒരു പ്രഭാഷണ പരമ്പരയിലുണ്ട്. നാഷണലിസം എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി സംസാരിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ദേശീയവാദ ചിന്തയെയും ദേശീയതയെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലെ മുസ്ലിങ്ങളുടെ ഇടപെടലിനെയും ചരിത്രപരമായ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അപഗ്രഥിക്കുന്ന രചനകളുടെ ഉദാഹരണമാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദിയുടെ മറ്റു പല രചനകൾ, അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ഒരു സാംസ്കാരികമായ ഇസ്ലാമിൻ്റെ പൊതുവായ മുസ്ലിങ്ങളുടെ ചില ഉദാഹരണങ്ങളിലേക്കാണ് ഈ രചനകൾ പോകുന്നത്. അതിലൊന്നാണ് സെൽജൂക്ക് ഡൈനാസ്റ്റിയെക്കുറിച്ച് 1953 പബ്ലിഷ് ചെയ്ത സൽത്തനത്തെ സലാജിഖ എന്ന് പറയുന്ന സെൽജൂക്ക് ഡൈനാസ്റ്റിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം. അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ചരിത്ര പഠനങ്ങളിലെ ഏറ്റവും പ്രധാന രചനകളായി നമുക്കിതിനെ കൂട്ടാം. അതിന് കാരണം സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെ തുടക്കം പറയുന്നതിന് മുമ്പ് തന്നെ അബ്ബാസി ഖിലാഫത്ത് എങ്ങനെയായിരുന്നുവെന്നും അതിൻ്റെ പതനം എങ്ങനെയായിരുന്നുവെന്നും അതിനുശേഷം അബ്ബാസി ഖിലാഫത്തിൻ്റെ ഏകദേശം 8-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 9-ാം നൂറ്റാണ്ട് തുടക്കത്തോടുകൂടി പിന്നീട് അബ്ബാസി ഖിലാഫത്തിൽ തന്നെ സ്വതന്ത്രമായി രൂപപ്പെട്ട പലവിധ ഗവർണർമാരുടെയും അവരുടെ സ്വതന്ത്ര ഭരണത്തെയും മൗലാന മൗദൂദി അവലോകനം ചെയ്യുന്നുണ്ട്. അത് താഹിരികളാവട്ടെ, ബുവൈഹിദുകളാവട്ടെ, അയ്യൂബികളാവട്ടെ, ഫാത്തിമികളാവട്ടെ, സഫാരികളാവട്ടെ, അങ്ങനെ നിരവധി ഡൈനാസ്റ്റികളെ, സ്വതന്ത്ര ഭരണകൂടങ്ങളെ മൗലാന മൗദൂദി അവലോകനം ചെയ്തുകൊണ്ടാണ് പിന്നീട് സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലേക്ക് വരുന്നത്. അത് പലവിധ വോളിയംസ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒന്നാമത്തെ വോളിയം തന്നെ അൽപർസലാൻ്റെ, അതായത് തുഗുരുൽ ബേയുടെയും ചാഗരി ബേയുടെയും, അതായത് സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് തുഗുരുൽ ബേയും ചാഗരി ബേയും. ഇവരുടെ വളർച്ചയും അവർ വിവിധ ഭാഗങ്ങൾ കീഴടക്കുന്നതും അവരുടെ സംഭാവനകളും വിശദീകരിച്ചതിന് ശേഷം പിന്നീട് അൽപർസലാൻ്റെയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മലിക് ഷായുടെയും ചരിത്രത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ വിശദമായ ഒരു സെൽജൂക്ക് ഡൈനാസ്റ്റിയുടെ കഥകൾ പറയുക എന്നതിൻ്റെ കൂടെ തന്നെ അതുവരെയുള്ള മുസ്ലിം ഡൈനാസ്റ്റിയുടെ പരാമർശങ്ങൾ നമുക്കിത് കാണാം. കാരണം ഖിലാഫത്തോ മുലൂക്കിയത്ത് എന്ന് പറയുന്ന രചന അത് പ്രധാനമായും അമവി ഡൈനാസ്റ്റിയിലേക്കുള്ള ഒരു വരവ് വരെയുള്ള അവലോകനങ്ങളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഖിലാഫത്ത്, എന്താണ് ശരിയായ ഈ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞതിന് ശേഷം, ഖിലാഫത്ത് എന്താണെന്ന് വിശദീകരിച്ചതിന് ശേഷം പിന്നീട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ, അത് ഖിലാഫത്ത് റാഷിദയ്ക്ക് ശേഷം നടന്ന പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്ന രീതിയാണല്ലോ ഖിലാഫത്ത് മുലൂക്കിയത്ത് എന്ന് പറയുന്ന രചന. അത് ഇംഗ്ലീഷിൽ ഇസ്ലാംസ് പൊളിറ്റിക്കൽ ഓർഡർ, ദ മോഡൽ ഡീവിയേഷൻസ് ആൻഡ് മുസ്ലിം റെസ്പോൺസ് എന്ന പേരിൽ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. 1966 പബ്ലിഷ് ചെയ്യപ്പെട്ട ഈ രചന ഒരുപക്ഷെ മൗലാന മൗദൂദിയുടെ ചരിത്രവായനയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന രചനയാണ്. ഈ രചന എന്ന് പറഞ്ഞത് അമവി ഡൈനാസ്റ്റിയുടെ വരവും അതിനോട് ബന്ധിച്ച വിഷയങ്ങളും വരെയും കൈകാര്യം ചെയ്യുന്ന രചനയാണ്. ഒരുപക്ഷെ അതിനുശേഷം കുറച്ചും കൂടി പവർഫുള്ളായ അതിനുശേഷം വായിക്കാൻ പറ്റുന്ന രചനയാണ് സെൽജൂക്ക് ഡൈനാസ്റ്റിയെ കുറിച്ചുള്ള രചന. അത് അബ്ബാസി ഖിലാഫത്തിന്റെ പതനത്തോടു കൂടി തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ണി ചേർക്കാൻ പറ്റും. മൗലാന മൗദൂദിയുടെ രചനയിൽ ഈ പറയുന്ന വിഷയങ്ങൾ ഒന്നിച്ചു വെക്കുകയാണെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെ അദ്ദേഹം വളരെ സുന്ദരമായി കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാം. അതോടുകൂടി തന്നെ മറ്റൊരു രചനയാണ് തുർക്കി മേ ഈസായിയോങ്കി ഹാലാത്ത്. അതായത് അതൊരു ട്രാൻസ്ലേഷൻ വർക്കാണ്. പ്രത്യേകിച്ച് അർമീനിയൻ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഉസ്മാനി ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന, അതോടുകൂടി ഉസ്മാനി ഖിലാഫത്തിലും അവസാനമുണ്ടായിരുന്ന 20-ാം നൂറ്റാണ്ട് പശ്ചാത്തലത്തിലുള്ള തുർക്കിയിലെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അവരുടെ സംഭവങ്ങളെയൊക്കെ അവലോകനം ചെയ്യുന്ന രചനയാണ് അത് ഈ ട്രാൻസ്ലേഷൻ വർക്ക്. ഇതും ഒരുപക്ഷെ ഈ തുർക്കി ഉസ്മാനി ഖിലാഫത്ത്, ആധുനിക തുർക്കി, ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വായിക്കേണ്ട ഒരു രചനയാണത്. അതുപോലെ തന്നെ മൗലാന മൗദൂദി ഈസായോ റഹ്ബാനിയത്തിക്ക് അദ്ഹിയത്നാക് താരീഖ്, അതായത് ഈസായി മൊണാസ്ട്രികൾ, ക്രിസ്ത്യൻ മൊണാസ്ട്രികൾ ഉണ്ടാക്കിയ ഒരുപാട് പെർസിക്യൂഷൻസിനെ, പീഡനത്തിൻ്റെയും ചരിത്രം വിശദീകരിക്കുന്ന ഒരു ചെറിയ പഠനമാണ് ഈ ഒരു രചന. അതൊരു പഠനമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വിവിധ രചനയിൽ നിന്ന് കോർത്തിണക്കിയ ഒരു കിതാബാണ്.
ഇതിലും ക്രിസ്ത്യൻ സമൂഹത്തിനെ അവലോകനം ചെയ്യുന്ന ഒരു രചന കാണാം. ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ അറിയേണ്ടത് തഫ്ഹീമുൽ ഖുർആൻ ചരിത്ര അവലോകനത്തിൽ ഏറ്റവും നല്ല ഒരു രചന തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തെയും യഹൂദ സമൂഹത്തെയും അതിനു മുമ്പുണ്ടായിരുന്ന വിവിധ സമൂഹങ്ങളെയും അവലോകനം ചെയ്യുകയും ഖുർആൻ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്നും ബൈബിൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്നും ബൈബിളും ഖുർആൻ തമ്മിലുള്ള വേർതിരിവ് എവിടെയാണെന്നും വിശദീകരിച്ചുകൊണ്ട് ഒരു ചരിത്ര പഠനം തന്നെ നമുക്ക് ആ ഒരു രചനയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തഫീമുൽ ഖുർആന്റെ പഠനത്തിന്റെ ഭാഗമായി പ്രദേശങ്ങളെയും ആ നാടിന്റെ ചരിത്രത്തെയും കണ്ടറിയുക എന്നുള്ള അർത്ഥത്തിൽ മൗലാന മൗദൂദി ആ പ്രദേശങ്ങളിലേക്ക് 1956 ശേഷം അവിടെ യാത്രയാവുകയും ആ പ്രദേശങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ അദ്ദേഹം ഒരു ഒരു ട്രാവലോഗ് തയ്യാറാക്കുകയും ചെയ്തു. അതിന്റെ പേരാണ് സഫർനാമ അല്ലെങ്കിൽ അർസുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ട്രാവലോഗ്. മലയാളത്തിലേക്ക് വന്നിട്ടില്ല, വരേണ്ട ഒരു രചനയാണ്. ഈ പ്രദേശങ്ങളിലേക്ക് പോവുകയും ആ പ്രദേശങ്ങൾ ഖുർആൻ പരാമർശിച്ച ഈ പ്രദേശങ്ങളുടെ പ്രത്യേകത ഇതാണെന്നും അതിന്റെ ചരിത്രം ഇതാണെന്നും അത് ഇന്നത്തെ ഒരു അവസ്ഥ ഇതാണെന്നും ഒക്കെ വളരെ സുന്ദരമായി തന്നെ വിശദീകരിക്കുന്ന ഒരു രചനയാണ് അർസുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന തഫീമുൽ ഖുർആന് വേണ്ടിയിട്ടുള്ള പഠനയാത്ര എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ രചന. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്കതിന് ചേർത്ത് വെക്കേണ്ട ഒരു രചനയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ചരിത്ര വായന നടത്തുന്നത് നമുക്ക് കാണാം. അത് മീറാജ് ക സഫർനാമ 1972 അദ്ദേഹം നടത്തിയ ഇസ്രാ മീറാജുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ വിഷയത്തിലുള്ള ഒരു ചെറിയൊരു പഠനമാണ്. അത് ഞാൻ പറയുന്നല്ലോ, അതൊരു ചരിത്രം. അതിൻ്റെ കൂടെ തന്നെ മൗലാന മൗദൂദിയുടെ ചരിത്ര രചനയ്ക്ക് ചരിത്രത്തിൻ്റെ ഒരു വിവരണം എന്നതിനേക്കാളും അപ്പുറം ചരിത്രത്തിൻ്റെ കണ്ടന്റിനോട് അതിനെ ക്രിട്ടിക്കലായി അനലിറ്റിക്കലായി സമീപിക്കുക എന്നതാണല്ലോ മൗലാന മൗദൂദിയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഈ സഫർ, ഈ ഇസ്രാ മിറാജ് സംഭവത്തെ തന്നെ വളരെ തിയറിറ്റിക്കലായി സമീപിക്കുന്ന, വളരെ ആധ്യാത്മികമായി മെറ്റാഫിസിക്കലായി സമീപിക്കുന്ന ഒരു രചനയാണ് അദ്ദേഹത്തിൻ്റെ മീറാജ് ക സഫർനാമ എന്ന് പറയുന്ന ഇസ്രാ മീറാജുമായി ബന്ധപ്പെട്ട ചെറിയൊരു രചന. അതും നമുക്ക് വളരെ രസകരമായി തന്നെ വായിക്കാൻ പറ്റുന്ന, അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ, നബിയുടെ ഒരു യാത്രയുടെ ഉള്ളുകള്ളികളുടെ അതിൻ്റെ മെറ്റാഫിസിക്കലായ തിയോളജിക്കലായ ഒരു മാനം അദ്ദേഹം അതിൽ നിന്ന് അപഗ്രഥനം നടത്തുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെയാണ് സീറത്തെ സർവറെ ആലം. അത് നിരവധി വാള്യങ്ങളുള്ള മൗലാന മൗദൂദിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം മുതൽ പിന്നീട് പ്രവാചകത്വവും അതിനുശേഷം ഹിജ്റയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മദീനയിലെ ഇസ്ലാമിക ഭരണകൂടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൻ്റെയും നബിയുടെ വഫാത്ത് വരെയും നീണ്ടു നിൽക്കുന്ന ആ ഒരു മുഴുവൻ ചരിത്രത്തെയും ഒരു അനുഭവഭേദ്യമാവുന്ന തരത്തിൽ രചിച്ച കൃതിയാണ് സീറത്തെ സർവറെ ആലം. ലോക നേതാവിൻ്റെ ചരിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. മൗലാന മൗദൂദിയുടെ നിരവധി വാള്യങ്ങളുള്ള ഒരു രചനയാണത്. വളരെ സുന്ദരമായി ഒരുപക്ഷെ മലയാളത്തിലേക്ക് വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് ഈ സീറത്തെ സർവറെ ആലം. അതിൻ്റെ കൂടെയാണ് ഈ ആദ്യകാല രചന എന്ന നിലയിൽ വെറും 23-24 വയസ്സുള്ള മൗലാന മൗദൂദിയുടെ ഏറ്റവും ക്ലാസിക്കായി പരിഗണിക്കപ്പെടുന്ന രചനയാണ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചന. 1927 അദ്ദേഹം എഴുതുന്നത്. 24 വയസ്സുള്ള ഒരു പശ്ചാത്തലത്തിലാണ് എഴുതുന്നത്. അതിൻ്റെ പുറകിൽ പോലും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പല കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി മൗലാന മുഹമ്മദ് അലിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നുണ്ട്. ഈ ജിഹാദിനെ കുറിച്ച് ആരാണ് ഒരു സ്വതന്ത്രമായ ഇസ്ലാമികമായ ശരിയായ ഒരു കാഴ്ചപ്പാട് സമർപ്പിക്കാൻ തയ്യാറാവുന്നെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനവും അത് ഏറ്റെടുക്കുന്ന മൗലാന മൗദൂദിയും അതനുസരിച്ചിട്ട് എന്താണ് ഇസ്ലാമിൽ ജിഹാദ് എന്നും ഇസ്ലാമിലെ ജിഹാദിൻ്റെ രീതികൾ എന്തായിരുന്നുവെന്നും അതിൻ്റെ ചരിത്രവും ഉദാഹരണവും വിശദീകരിച്ചു കൊണ്ട് പറയുന്ന രചനയാണ് 1927 ഇസ്ലാമിക് ജിഹാദ്. പലർക്കുമുള്ള, ഓറിയന്റലിസ്റ്റുകൾക്കുള്ള, ഇന്ത്യൻ നാഷണലിസ്റ്റുകളായ എന്നാൽ ഹിന്ദുത്വവാദികളായ ജിഹാദിനെ തെറ്റിദ്ധരിക്കുന്ന പല ആൾക്കാർക്കുമുള്ള ഒരു മറുപടി എന്ന നിലയിൽ നമുക്ക് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന രചനയും കാണുവാൻ പറ്റും. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് നമ്മുടെ മലബാർ സമര പശ്ചാത്തലത്തിൽ മൗലാന മൗദൂദി, ഈ ചെറുപ്പക്കാരനായ 10-20 വയസ്സിനുള്ളിൽ തന്നെ മൗലാന മൗദൂദി മലബാർ സമരത്തെ അനുകൂലമായി തന്നെ കാണുകയും അതിനെ ദേശീയ മേഖലകളിൽ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെയല്ലെന്നും മലബാർ സമരം ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്നും
അധിനിവേശ വിരുദ്ധ സമരമാണെന്നും അതിൻ്റെ പ്രത്യേകത ഇതാണെന്നും വിശദീകരിച്ചുകൊണ്ട് 2 ലക്കങ്ങളായി മൗലാന മൗദൂദി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പബ്ലിഷ് ചെയ്തും ഈ അടുത്ത് മലയാളത്തിൽ അത് പബ്ലിഷായി വന്നിരുന്നു. പ്രബോധനം അത് പബ്ലിഷ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിതത്തെയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അതിസുന്ദരമായി തന്നെ ഡിഫെൻഡ് ചെയ്ത, അവരുടെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സംഭാവനകളെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലും ചരിത്രപരമായി മൗലാന മൗദൂദിയെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു രചനയാണ് തജ്ദീദു ഇഹ്യാ അദ്ദീൻ. 1940 അദ്ദേഹം പബ്ലിഷ് ചെയ്ത കിതാബാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇസ്ലാം എന്ന പേരിൽ. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മലയാളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രചനയുടെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് തജ്ദീദ്, എങ്ങനെയാണ് പരിഷ്കരണം, സംസ്കരണം, അതിൻ്റെ ഒരു നവോത്ഥാനം ഉണ്ടാവേണ്ടത്, പ്രവാചകന്മാരുടെ അമ്പിയ മുർസലീങ്ങളുടെ അതിലെ റോൾ എന്തായിരുന്നു, അതിനുശേഷം ഓരോന്നോരോന്നായി വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ ചാപ്റ്ററൈസേഷൻ പോലും വളരെ സവിശേഷത തന്നെ നിറഞ്ഞതാണ്. അതിൽ ആദ്യം പ്രവാചകന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതുപോലെ തന്നെ ഖുലഫാ റാഷിദയെ, അവരുടെ സംഭാവനകൾ വിശദീകരിക്കുന്നു. അതിനുശേഷം 4 ഇമാമുമാരുടെ സംക്ഷിപ്തമാണെങ്കിൽ പോലും അവരുടെ ഒരു സംഭാവനകളെ, അവരുടെ പരിഷ്കരണത്തിൻ്റെ സംഭാവനകൾ വിശദീകരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ പരിഷ്കർത്താവ് എന്ന നിലയിൽ തന്നെ പ്രധാനമായും ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ രണ്ടാമൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ തജ്ദീദി പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തെ അപഗ്രഥിച്ചുകൊണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപരമായ സംഭാവന എന്ന് വിശദീകരിക്കുന്നു. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അബ്ദുൽ ഖാദിർ ജീലാനി, അതുപോലെ തന്നെ ഇമാം ഗസാലി അടക്കമുള്ള മധ്യകാല പണ്ഡിതന്മാരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് വിശദീകരിക്കുന്നു. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ പിന്നീട് അതിനുശേഷം ഷാവുലുദ ദഹ്ലവി, സയ്യിദ് അഹമ്മദ് സർഹിന്ദി, ഇന്ത്യയിലെ 2ാം സഹസ്രാബ്ദത്തിലെ മുജദ്ദിദ് എന്ന് വിളിക്കപ്പെടുന്ന സയ്യിദ് അഹമ്മദ് സർഹിന്ദി, അതിനുശേഷം ഷാവുലുദ ദഹ്ലവി, പിന്നീട് ബറേൽവി മൂവ്മെന്റിന്റെ പ്രധാന നേതാക്കന്മാരിൽ ഒരാളായ സയ്യിദ് അഹമ്മദ് ബറേൽവി, ഷാ ഇസ്മായിൽ ഷഹീദ് എന്നിവരുടെ വിശദീകരണങ്ങൾ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ 18ാം നൂറ്റാണ്ടിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പോലും പരിഷ്കരണ പ്രവർത്തനങ്ങളെ എണ്ണി വിശദീകരിക്കുന്നതും നമുക്ക് കാണാം. അത് അങ്ങനെ ഇവരുടെ പഠനങ്ങൾ, ഇവരുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ച് അവരുടെ ഒരു ബയോഡാറ്റ വിശദീകരിക്കുക എന്നതിനേക്കാളും അപ്പുറം ആ ജീവിതത്തിൻ്റെ സംഭാവനകളെ വളരെ ക്രിട്ടിക്കലായി തന്നെ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് തജ്ദീദ് ഈ ഇവരുടെ ജീവിതത്തിൽ നടന്നതെന്നും വിശദീകരിക്കുക എന്നതാണ് മൗലാന മൗദൂദി ആ കാര്യങ്ങളിലെല്ലാം കണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ചരിത്രത്തെ അപഗ്രഥിക്കുമ്പോൾ മൗലാന മൗദൂദി അമ്പിയ മുർസലീങ്ങൾക്ക് ശേഷം എല്ലാവരും തെറ്റ് സംഭവിക്കുന്നവരാണ്. അത് സ്വഹാബികളാവട്ടെ ആരാവട്ടെ അവർക്ക് തെറ്റ് സംഭവിക്കാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെയും അവലോകനം ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് മുലൂക്കിയത്തൊക്കെയും വിമർശിപ്പിക്കപ്പെടാൻ കാരണം അദ്ദേഹം സഹാബിമാരെ വിമർശിക്കുന്നു എന്ന പേരിലാണ്. കാരണം സഹാബിമാരെ വിമർശിക്കുന്നത് അവരെ ജീവിതത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങളെ അപഗ്രഥനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരാരെയും ഡിമനൈസ് ചെയ്യുകയോ ഡീഹ്യൂമനൈസ് ചെയ്യുകയോ അവരെ അവമതിക്കുകയോ ചെയ്യുന്ന രീതി മൗലാന മൗദൂദി സ്വീകരിച്ചിട്ടില്ല. കാരണം സഹാബെ കിറാം എന്ന പേരിൽ തന്നെ മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ മറ്റൊരു രചനയുണ്ട്. സഹാബികളോടുള്ള മൗലാന മൗദൂദിയുടെ ഇടപെടലുകൾ എന്തായിരുന്നു, അവരുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് പറയുന്ന മൗലാന മൗദൂദിയെ കുറിച്ചുള്ള ഒരു രചന പോലും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണല്ലോ എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മൗലാന മൗദൂദി ഈ പറയുന്ന 4 ജനറേഷൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയ അദ്ദേഹത്തിൻ്റെയും സഹാബികളുടെയും താബിത്താബികളുടെയും ജീവിതത്തെ ഏറ്റവും നല്ല ഉദാഹരണമായി തന്നെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. അതായത് വ്യക്തികളെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് അവരെ അവമതിക്കുന്നു എന്ന അർത്ഥമില്ല എന്ന് മൗലാന മൗദൂദി എടുത്തു പറയുന്നത് നമുക്ക് കാണാം. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ചരിത്രത്തെ വിശദീകരിക്കുമ്പോൾ അവർക്കുള്ള റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അതേസമയം തന്നെ ക്രിട്ടിക്കലായി കാണണമെന്ന്
ഒരു നിലപാടാണ് മൗലാന മൗദൂദി ചരിത്രം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ നമുക്ക് 15-ാം നൂറ്റാണ്ട് നോക്കുമ്പോൾ ഇബ്നു ഖൽദൂൻ പോലും അതേ കാഴ്ചപ്പാട് തന്നെയാണ്. ചരിത്രത്തെ വീക്ഷിക്കുമ്പോൾ നമ്മൾ യുക്തിപൂർവ്വം വീക്ഷിക്കാൻ കഴിയണം. മൗലികമായ ടെക്സ്റ്റ് അടിസ്ഥാനത്തിലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാറോലകളുടെ സഹായത്തോടു കൂടി ചരിത്രത്തെ കാണരുത് എന്ന് ഇബ്നു ഖൽദൂൻ പറയുന്നതുണ്ട്. ആ ഒരു നിലപാട് തന്നെയാണ് ഒരുപക്ഷെ മൗലാന മൗദൂദിയും ചരിത്രത്തെ വിശദീകരിച്ചപ്പോൾ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ചരിത്രാവലോകനം നടത്തുമ്പോൾ ഇസ്ലാമികമായ മൂല്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകത്വ നിയോഗത്തിൻ്റെ ഒരു ആവശ്യകതയെ ചരിത്രപരമായി തന്നെ വിശദീകരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമൂഹം ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വിശദീകരിക്കുന്നു. നമുക്ക് ചില ഉദാഹരണങ്ങൾ തന്നെ കാണാം. ഞാൻ തഫീമുൽ ഖുർആന്റെ തഫ്സീറിന്റെ ചർച്ച നമ്മൾ പറഞ്ഞിരുന്നു. സ്വതന്ത്രമായ ചില കാഴ്ചപ്പാടുകൾ പോലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുൽഖർനൈൻ പോലുള്ള ചില ആൾക്കാർ അവർ ചില തഫ്സീർ പറയുന്ന അലക്സാണ്ടർ ആയിരുന്നു എന്ന് പറയുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. പക്ഷെ മൗലാന മൗദൂദി അലക്സാണ്ടർ അല്ല. ദുൽഖർനൈനും അലക്സാണ്ടർ തമ്മിലുള്ള സ്വഭാവങ്ങളുടെ വ്യത്യാസങ്ങളുണ്ട്, സ്ഥലങ്ങളുടെ വ്യത്യാസമുണ്ട്, സമയങ്ങളുടെ വ്യത്യാസമുണ്ട്. ഭക്തനായ ഒരാളെന്ന നിലയിലാണല്ലോ കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഇറാൻ പശ്ചാത്തലത്തിലുള്ള ഒരു ഭരണാധികാരിയാണ് എന്നൊക്കെയും ചരിത്രത്തിൻ്റെ ആ ഒരു ആയത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി മൗലാന മൗദൂദി പറഞ്ഞു വെക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓറിയന്റലിസ്റ്റ് നിരീക്ഷണങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഓറിയന്റലിസ്റ്റ് നിരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓറിയന്റലിസ്റ്റ് നിരീക്ഷണങ്ങളെ മൗലാന മൗദൂദി ശക്തമായി വിമർശിച്ചുകൊണ്ട് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹാമാൻ അല്ലെങ്കിൽ ഖാറൂൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹാമാൻ എന്ന് ഖുർആൻ പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ഖുർആനെ വിമർശിക്കാൻ വേണ്ടി ഓറിയന്റലിസ്റ്റുകൾ പറയുന്നു അന്നൊന്നും ഹാമാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നില്ല, പിന്നീടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സാമിരിനെ കുറിച്ച് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചില ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു അന്നൊന്നും സാമരിയാക്കൾ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് വന്നത്. അപ്പോൾ മുഹമ്മദ് കേട്ടെഴുതി ഒരു കോപ്പി അടിച്ചതാണ്, ചുമ്മാ ഉണ്ടാക്കിയതാണ്, വെറുതെ ഉണ്ടാക്കിയതാണെന്നൊക്കെയും ചില വായനകൾ ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞു വെച്ചു. എന്നാൽ മൗലാന മൗദൂദി അതിനെ യുക്തിപരമായി തന്നെ സാമരി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാവുമെന്നും അതിന് ഇന്ന കാരണങ്ങളാണെന്നും ഹാമാൻ എന്ന് പറയുന്നത് ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാളാണെന്നും ഒക്കെയും യുക്തിപരമായ തെളിവുകളോടുകൂടി ഖുർആനിനെ ഡിഫെൻഡ് ചെയ്യുന്ന മൗലാന മൗദൂദിയെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വേദത്തെ, അതായത് ഖുർആനിന്റെ എക്സ്പ്ലനേഷനായ വിവരണമായ ഹദീസിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ, സ്വഹാബികളുടെ ജീവിതത്തെ വളരെ സുന്ദരമായും സൂക്ഷ്മമായും അവലോകനം ചെയ്യുന്ന മൗദൂദിയെ നമുക്ക് കാണാം. അതിനുശേഷം മുസ്ലിം സമൂഹത്തിൽ വന്ന പ്രശ്നങ്ങളെ ക്രിട്ടിക്കലായി കാണുന്ന മൗലാന മൗദൂദിയെ നമുക്ക് കാണാം. അത് ലോകതലത്തിലുള്ള ചരിത്ര വായനയാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ചുറ്റുപാടുമുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഹൈദരാബാദി ലൈഫിനെ അദ്ദേഹം ചരിത്രപരമായി അവലോകനം ചെയ്യുന്നത് കാണാം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മുസ്ലിങ്ങളെ ചരിത്രപരമായി അവലോകനം ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ സ്വന്തത്തെയും സ്വന്തം നാടിനെയും സ്വന്തം പ്രദേശത്തെയും സ്വന്തം ദേശത്തെയും താൻ സ്വീകരിക്കുന്ന ആശയങ്ങളുടെ ചരിത്രപരതയെയും അതിലെ പ്രധാന തലമുറയെയും വളരെ സുന്ദരമായി തന്നെ അപഗ്രഥനം ചെയ്യുകയും ആവശ്യമായതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം മൗലാന മൗദൂദിയുടെ രചനകളുണ്ട്. അത് ഇന്ത്യയിലെ സവർണ എഴുത്തുകാരാവട്ടെ അല്ലെങ്കിൽ ഓറിയന്റലിസ്റ്റ് ബ്രിട്ടീഷ് ചരിത്ര വായനയാവട്ടെ, ഇതിനെയൊക്കെയും ശക്തമായി എതിർത്തുകൊണ്ട് ഇസ്ലാമികമായ ഒരു ചരിത്ര വായന എങ്ങനെയാണ് രൂപപ്പെടേണ്ടതെന്ന് മൗലാന മൗദൂദി അദ്ദേഹം ചരിത്രം പറയുന്നതിലൂടെ വിശദീകരിക്കുന്നത് കാണാം. ഈ രീതിയിൽ മൗലാന മൗദൂദി എന്ന ഒരു ചരിത്രകാരനെയും അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനകളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെയും കൂടുതൽ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.